അൽ ഖസാം ബ്രിഗേഡ് കമാൻഡർ മുഹമ്മദ് ദയീഫിന്റെ രക്തസാക്ഷിത്വത്തിൽ കണ്ണീർ വാർത്ത് ഫലസ്തീൻ ജനത. കൊല്ലപ്പെട്ട ഹമാസ് മേധാവി യഹ്യാ സിൻവാറിനൊപ്പം ഹമാസിന്റെ സൈനിക തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നേതാവ് കൂടിയാണ് മുഹമ്മദ് ദയീഫ്. ധീരോദാത്തമായ പോരാട്ടത്തിലൂടെ പലസ്തീൻ ജനതയുടെ ഹൃദയങ്ങളിൽ സ്വാധീനം പടർത്തിയ സൈനിക തന്ത്രജ്ഞൻ കൂടിയായിരുന്നു മുഹമ്മദ് ദയീഫ്. പോയ വർഷം ജൂലൈ 13-ന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ദയീഫ് കൊല്ലപ്പെട്ട വിവരം ഇന്നലെ മാത്രമാണ് ഹമാസ് സ്ഥിരീകരിക്കുന്നത്. 1965-ൽ ഖാൻ യൂനിസിലെ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു മുഹമ്മദ് മസ്രി എന്ന മുഹമ്മദ് ദയീഫിന്റെ ജനനം. ഗസ ഇസ്ലാമിക് സർവകലാശാലയിൽ നിന്ന് സയൻസിൽ ബിരുദം. 1987-ൽ ഒന്നാം ഇൻതിഫാദയുടെ കാലത്ത് ഹമാസിന്റെ ഭാഗമായി. 1989-ൽ ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തു. 16 മാസക്കാലം തടവിൽ. അൽ ഖസാം ബ്രിഗേഡിന്റെ സ്ഥാപകരിൽ പ്രധാനി കൂടിയാണ് മുഹമ്മദ് ദയീഫ്. 2002-ൽ ഖസാം ബ്രിഗേഡിന്റെ നേതൃപദവിയിലെത്തി. ഹമാസിന്റെ തുരങ്കങ്ങളുടെ ശൃംഖല വികസിപ്പിച്ചത് ദയീഫാണെന്നാണ് കരുതുന്നത്. നിരവധി തവണ ദയീഫിനെ വധിക്കാൻ ഇസ്രായേൽ നീക്കം നടത്തി. ആക്രമണത്തിനിടെ ദയീഫിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെടുകയും കാലിന് പരിക്കേൽക്കുകയും ചെയ്തു. 2014 ഓഗസ്റ്റിൽ ദയീഫിന്റെ ഭാര്യയെയും 7 മാസം പ്രായമുള്ള മകനെയും ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തി. ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണം ആസൂത്രണം ചെയ്തതിൽ പ്രധാനി മുഹമ്മദ് ദയീഫാണെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. മുഹമ്മദ് ദയീഫിന്റെ രക്തസാക്ഷിത്വം വെറുതെയാകില്ലെന്ന് ഹമാസും ഇസ്ലാമിക് ജിഹാദും പ്രതിജ്ഞ ചെയ്തു. മീഡിയ 1 ദുബൈ.